ആലപ്പുഴയിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിത്തുത്സവം ശ്രദ്ധേയമാവുന്നു. പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷണവും പ്രചാരണവും ഉറപ്പുവരുത്തിയാണ് മേള സംഘടിപ്പിക്കുന്നത്. തദ്ദേശീയ വിത്തിനങ്ങളെ പുതുതലമുറയ്ക്കായി പരിചയപ്പെടുത്തുക എന്നതുകൂടി ഈ മേള ലക്ഷ്യമിടുന്നുണ്ട്. വിവിധ തരം നെൽവിത്തിനങ്ങൾ മുതൽ പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ വരെ തവളക്കണ്ണൻ, രക്തശാലി, വിരിപ്പ്, മുണ്ടക്കൻ, ചെട്ടിവിരിപ്പ്, ചെറുവിരിപ്പ് തുടങ്ങി നിരവധി നെൽവിത്തിനങ്ങളാണ് മേളയിലൂടെ പരിചയപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ 40-ലധികം സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് 2 നെല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് കറുപ്പ് കവണി എന്നും ഒരു വന്നിട്ട് ഭവാനി എന്നുള്ള നെല്ലാണ്. കറുപ്പ് കവണിക്ക് നെല്ലിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഗുണബോധം നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ ഇൻസുലിൻ ഇന്ന് പലരും പല മാസങ്ങളായിട്ട് ഇൻസുലിൻ കഴിക്കുന്നുണ്ട്, പല കൊല്ലങ്ങളായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. അവരുടെ ഇൻസുലിൻ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ കറുപ്പ് കവണിയുടെ ഗുണം. പെരുമ്പറ, കലപ്പ, വട്ടി, മരമണി, ചട്ടുകം, മരവൂരി, ആമാടപ്പെട്ടി, കടക്കോൽ, വെറ്റിലച്ചെല്ലം, ഇടങ്ങഴി, നാരങ്ങഞ്ഞക്കി, മരവി, ജലചക്രം തുടങ്ങിയ പഴയകാല കാർഷിക അളവ് തൂക്ക ഉപകരണങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഖജനാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണം ശേഖരിക്കുന്ന ഇടമല്ല, ആ കാര്യമേ അല്ല, ഒരു നാടിൻ്റെ വിത്ത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ആ വിത്തിൻ്റെ ശേഖരമാണ് ഒരു നാടിൻ്റെ ഖജനാവ് എന്ന് പറഞ്ഞാൽ. വിത്ത് ശേഖരം ഇല്ലാണ്ടായാൽ ഒരു നാടിൻ്റെ തകർച്ചയിലേക്ക് എത്തും. ഓരോ ജില്ലയുടെയും സവിശേഷതകൾ നിറഞ്ഞ വിത്തിനങ്ങളും മേളയിൽ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നു. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പ്രദർശനം. സമാപന ദിവസമായ ഇന്ന് കലാസാംസ്കാരിക പ്രദർശനങ്ങളോടെയാകും മേളയുടെ സമാപനം. ന്യൂസ് മലയാളം, ആലപ്പുഴ.